ഇവിടെ അൻസിബയും ജിൻഡോയും ഋഷിയും കൂടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതിന്റെ കൂടെ പൂജയും അഭിഷേകവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ സംസാരിക്കുന്ന ഇതാണ് അർജുന്റെ വിഷയമാണ്. അതിന് മുന്നേ ഋഷി ഡിസേർവിംഗ് അല്ല എന്ന് അവിടെ ആരോ പറഞ്ഞെന്നും പറഞ്ഞ് ഋഷിക്ക് ഭയങ്കര വിഷമം. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ അൻസിബ വന്ന സമയം തൊട്ട് ഋഷിന്റെ അടുത്തും അഭിഷേകിന്റെ അടുത്തും നിങ്ങൾക്ക് പുറത്ത് ഭയങ്കര ഫാൻസ് ആണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കുറെ അമ്മമാര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇവരെ രണ്ടുപേരെ അങ്ങ് പൊഴുത്തി 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 അങ്ങ് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അഭിഷേകിന് പിന്നെ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ ഋഷി അങ്ങനല്ല. ഋഷി അൻസിബ എന്ത് പറഞ്ഞാലും അത് അതേപോലെ തന്നെ വിശ്വസിക്കും. ഇപ്പൊ ഈ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഋഷി ഡിസേർവിംഗ് അല്ല എന്നുള്ളത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. എന്റെ അഭിപ്രായം ഋഷി ഡിസേർവിംഗ് അല്ല എന്നുള്ളതാണ്. അപ്പോ ഇത് പുറത്തിറങ്ങിയിട്ട് ഇത്ര ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ഋഷിക്ക് ഭയങ്കര വിഷമാവും. ഒന്നെങ്കിൽ അവിടെ വന്നിട്ട് ഉള്ള കാര്യം ഒരു മയത്തിൽ അങ്ങ് പറയാ, ഒരു ലിമിറ്റ് വെച്ചിട്ട് അങ്ങ് പറഞ്ഞു തീർക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയാതിരിക്കുക. ഇതിപ്പോ അവിടെ ഉള്ളവർ പറഞ്ഞിട്ട് ഋഷിക്ക് ഇത്ര വിഷമാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഋഷി എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നുള്ളത് അറിയില്ല. അപ്പം ഇവരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അർജുനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അർജുൻ കാരണമാണ് ശ്രീതു ഔട്ടായി പോകാനായിട്ട് കാരണം. ഈ കോംബോ ഇല്ലായിരുന്നെങ്കിൽ അവന്റെ ഒരു ഒടുക്കത്തെ പ്രേമനാടകം അല്ലെങ്കിൽ അവന്റെ കരച്ചിൽ നാടകം എന്നൊക്കെ അൻസിബ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ശ്രീതു ഇപ്പോഴും ഇവിടെ ഉണ്ടായേനെ എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ അപ്സര ഔട്ടാവാനും കാരണം അർജുനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ റീസൺ പറയുന്നത് അൻസിബ വന്ന സമയത്ത് അർജുൻ ഉറക്കം വരുന്നില്ല, ചൂടുപാല് കുടിച്ചാൽ മതി എന്നും പറഞ്ഞ് അൻസിബേനെ കളിയാക്കിയെന്ന്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ശ്രീധുവിന്റെ അമ്മ വന്ന സമയത്ത് നേരത്തെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം അൻസിബ കേൾക്കുകയും പറഞ്ഞിരുന്നു നീ നേരത്തെ കിടന്നുറങ്ങണം എന്നുള്ള രീതിയിൽ. അത് അൻസിബ കേട്ടിട്ട് ശ്രീധുവിന്റെ അമ്മ പോയ സമയത്ത് അൻസിബേനെ നോക്കിയിട്ട് ഇങ്ങനെ ശ്രീധുവിനെ നോക്കിക്കോണേ എന്നുള്ള രീതിയിൽ അൻസിബേനെ നോക്കിയെന്ന്. അപ്പൊ അൻസിബയ്ക്ക് മനസ്സിലായത് ശ്രീധുവിനെ നോക്കിക്കോണേ, നേരത്തെ കിടന്നുറങ്ങാൻ പറയണേ എന്നൊക്കെയാണെന്നാണ് അൻസിബ പറയുന്നത്. അപ്പോ ശ്രീധുവിന്റെ അടുത്ത് ശ്രീധുവിന്റെ അമ്മ പോയി കഴിഞ്ഞിട്ട് അൻസിബ വന്ന് പറഞ്ഞു നീ നിന്റെ അമ്മേനെ വിഷമിപ്പിക്കരുത്, നീ നേരത്തെ കിടന്നുറങ്ങൂ, അതെങ്കിലും നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞെന്ന്. അങ്ങനെ ശ്രീധു പിന്നെ അന്ന് രാത്രിയിലോ നേരത്തെ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അൻസിബേന്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അൻസിബ പറഞ്ഞു നീ കുറച്ച് ചൂട് പാലെടുത്ത് കുടിക്ക്, അപ്പൊ നേരത്തെ ഉറക്കം വരും എന്ന് പറഞ്ഞെന്ന്. അപ്പൊ ഇത് ശ്രീധു അർജുന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതും പറഞ്ഞിട്ടാണ് അർജുൻ അൻസിബേനെ ഇങ്ങനെ കളിയാക്കിയതെന്ന്. എന്നിട്ട് പിന്നെ അൻസിബ ദേഷ്യപ്പെട്ട സമയത്ത് അർജുൻ അൻസിബ ഗെയിം കളിക്കുകയാണോ എന്നെന്തോ ചോദിച്ചു എന്നുള്ളത്. അതാണ് ഇപ്പൊ അൻസിബയ്ക്ക് ദേഷ്യം. അതിനിപ്പോ ഇത് എന്തൊക്കെയാണ് അൻസിബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്രീധു ഔട്ടാവാൻ കാരണം അർജുനാണ്, അപ്സര ഔട്ടാവാൻ കാരണം അർജുനാണ്. അപ്സര ആദ്യം ആഴ്ചയിൽ നിന്നിരുന്നത് പോലെ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ടോപ്പ് 5 ഉണ്ടായേനെ. ഇതൊക്കെ എങ്ങനെയാണ് അർജുൻ കാരണമാവുന്നത്? ചിലപ്പോൾ അൻസിബ വിചാരിച്ചിട്ടുണ്ടാവും ഋഷീനെ പോലെ ഇവർക്കും ആർക്കും സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ളൊരു ബോധമില്ല, അതുകൊണ്ട് അർജുൻ പറയുന്നതൊക്കെ ഇവർ കേട്ടത് കൊണ്ടായിരിക്കും ഇവർ ഔട്ടായി പോയെന്നുള്ളതായിരിക്കും. എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലേ? അവിടെ അർജുൻ പറയുന്നത് കേൾക്കാനാണോ ശ്രീധുവും പിന്നെ അപ്സരയൊക്കെ ഇരിക്കുന്നത്? അത് എവിടുന്ന് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല അൻസിബ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇത് നേരത്തെ തൊട്ടുള്ളൊരിതാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൻസിബേന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ എന്തൊക്കെയൊക്കെയോ മനസ്സിലിട്ട് കൂട്ടി 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 അവരെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്നിരുന്ന് പറയുന്നൊരു കാര്യം. ഇതിപ്പം ജിൻഡോയും കൂടെ അതിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ഋഷിയും അതിന്റെ കൂടെ ഇരുന്ന്. ഋഷി പിന്നെ അൻസിബ എന്ത് പറഞ്ഞാലും അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ജിൻഡോയും കൂടി ഇതിൽ ഇരുന്നിട്ട് അർജുനെ കുറ്റം പറയുന്നുണ്ട്. ഗെയിമിൽ അർജുൻ ശ്രീധുവിനെതിരെ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ. അത് ജിൻഡോയ്ക്ക് നെഗറ്റീവ് ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇത്രയും ദിവസം വായടച്ച് മിണ്ടാതിരുന്നിട്ട് ഈ അവസാന നിമിഷം കൊണ്ടുപോയിട്ട് നശിപ്പിക്കല്ലേ ജിൻഡോ. ഇതിങ്ങനെ തന്നെ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അതെങ്ങനെയെങ്കിലും ഒന്ന് തട്ടിമുട്ടിയും പോട്ടെ. ഈ ടോപ്പ് 5 നിൽക്കുന്ന ആൾക്കാരെയും കൂടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഈ അൻസിബയൊക്കെ ഇങ്ങനെ കയറി വന്നതെന്നുള്ളതാണ്. അപ്പുറത്തെ സൈഡിൽ റസ്മിൻ, അതേപോലെ ശരണ്യൊക്കെ ശ്രീധു ഔട്ടാവുന്നതിന്റെ അന്ന് എന്റെ പൊന്നെ വന്ന് കയറിയപ്പോ തൊട്ട് ശ്രീധുവിന്റെ അടുത്ത് എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് ആകെ മൂഡ് ഓഫ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ശ്രീധു എവിക്റ്റായി പോകുന്നത്. ഏതായാലും കൊള്ളാം. ഈ റീ എൻട്രീസിനെയൊക്കെ എത്രയും വേഗം ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് കുറച്ചും കൂടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.